വേനൽ ചൂടെല്ലാം മാറി ഇപ്പോൾ മത്സര ചൂടിലേക്ക് തന്നെയാണ് വിദ്യാർത്ഥികളെല്ലാം കടന്നുകൊണ്ടിരിക്കുന്നത്. മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ ഏറെ വൈകിയ നേരത്തെ ഒരു മഴ പെയ്തിരുന്നു. ഇപ്പോഴും ഈ ഒരു മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ടോ? വേദികളെല്ലാം എങ്ങനെയാണ്? മത്സര ചൂടിൽ തന്നെയാണോ ഉള്ളത്? കാളിദാസ്. എ ഗ്രേഡ് ഉണ്ട്. ആദ്യം നമ്മളൊരു കയ്യടി കൊടുക്കണം. എ ഗ്രേഡ് നേടി. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം കോമ്പറ്റീഷൻ ആയിരുന്നു. അതെ. അപ്പം അറബിക് പദ്യം ചൊല്ലല് എവിടെയാ? നാട്, ജില്ല ഏതാ? കാസർഗോഡ്. കാസർഗോഡ്. അപ്പൊ നമുക്കതൊന്ന് കേട്ടാലോ? അനിയനെതിരെ زمان جديد بلاء مليء تصوير النواهي بكاء الفناء سماء حزين بأيدي الأناس بظلم الجهال ظهور البذيء نهيب الأراضي أثار الدواما تباهي حبيبي بماء وعائي رأينا الجبال رواسي الأراضي ولكن سمعنا ضجيج ندائي وكم من ليال سمعنا عويلا لهيف مئات نفوس البكاء. ഒന്നും പറയാനില്ല. വലിയ അർത്ഥമുള്ള വരികളാണ്. നമ്മൾ നിനക്ക് മനസ്സിലായെന്ന് എന്റെ മുഖം കണ്ടപ്പോൾ അത് എനിക്ക് മനസ്സിലായി. നമുക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റില്ല. നല്ല അർത്ഥവത്തായ വരികൾ അത് നമ്മൾ എടുത്ത് പറയണം. നമ്മൾ അതുകൊണ്ടാണല്ലോ നമുക്ക് എ ഗ്രേഡ് കിട്ടിയത്. എ ഗ്രേഡ് കിട്ടി. എന്തായാലും നമുക്ക് ഇതിന്റെ അർത്ഥങ്ങളിലേക്കൊന്നും കിടക്കണ്ടല്ലേ. ഞാൻ വേണമെങ്കിൽ പറഞ്ഞു പോയാൽ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ അർത്ഥമൊക്കെ പറയാം. നീ പറഞ്ഞു ഓവറാക്കരുത്. അത് പറയുമ്പോൾ അത്രേ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഓക്കെ. അപ്പൊ സമ്മാനം നേടി എ ഗ്രേഡോട് കൂടിയാണ് നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്നത്. തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരം ഇഷ്ടമായോ? നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ തിരുവനന്തപുരത്ത്? ഇല്ല, ഫസ്റ്റ് ടൈമാ വരുന്നേ. കണ്ടോ തിരുവനന്തപുരം? നല്ല രാത്രിയൊക്കെ വിളിച്ചിട്ട് മൊത്തം ഒന്ന് ചുറ്റി. തിരുവനന്തപുരം മൊത്തം ഒന്ന് ചുറ്റി. എവിടൊക്കെ പോയി? എന്തെങ്കിലും ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റും നിയമസഭയൊക്കെ കണ്ടോ? കണ്ടില്ല? അത് കണ്ടിട്ടേ തിരിച്ചു പോവാവൂ. അതാണ് തിരുവനന്തപുരത്ത് പ്രധാനം. തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനമുള്ളത് സെക്രട്ടേറിയറ്റും നിയമസഭാ മന്ദിരവും അല്ലേ? തലസ്ഥാനം എന്ന് പറയുന്നത് തലസ്ഥാനത്ത് പ്രധാനപ്പെട്ട മറ്റു പലതും ഉണ്ട്. രണ്ടിന്റെ പേര് മാത്രം എടുത്തു പറഞ്ഞു വരുമ്പം ഏറ്റവും പ്രധാനം ആദ്യം നമ്മുടെ കൺമുന്നിൽ വരുന്നത് സെക്രട്ടേറിയറ്റാണ്. നമ്മൾ കണ്ണടച്ച് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച സെക്രട്ടേറിയറ്റാ മനസ്സിൽ വരുന്നത്. അപ്പം ഇനിയും കുറച്ച് ദിവസം കൂടെ ഉണ്ടോ ഇവിടെ കലോത്സവം? ബാക്കി മത്സരങ്ങളൊക്കെ കാണാനുണ്ടോ? ഇനി മത്സരങ്ങളുണ്ടോ? ഗ്രൂപ്പ് സോങ് ഉണ്ട്. നാളെ ഗ്രൂപ്പ് സോങ് ഉണ്ട്. കഴിഞ്ഞ് തിരുവനന്തപുരം ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടേ മടങ്ങാവും. എന്നിട്ടേ പോവാവൂ. മൊത്തം തിരുവനന്തപുരം മൊത്തം ഒന്ന് കാണണം. അപ്പോ ഓൾ ദ ബെസ്റ്റ്. ശരി.